തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJPക്കാണ്. BJPക്ക് ഭരണം തുടരാൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ആരായിരിക്കും? UDF ആണ്. BJP നേതാക്കൾ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് UDF നേതാക്കൾ. അതിൽ ഒന്നാം സ്ഥാനത്ത് ഒന്നാം പ്രതി ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് മാത്രമാണോ പ്രതി? അങ്ങനെയല്ല എന്നാണ് മലയാള മനോരമ പറയുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട തദ്ദേശ സ്വയംഭരണ വകുപ്പിനും കൂടി പങ്കുണ്ട് എന്നാണ് മലയാള മനോരമ വാർത്ത വ്യക്തമാക്കുന്നത്. മലയാള മനോരമ വാർത്ത 1/8/2026 എന്ന് വെച്ചാൽ ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന വാർത്ത. തലക്കെട്ട്: ആഭ്യന്തര വകുപ്പിന്റെ യോഗ്യതാ കത്ത് വിവാദത്തിൽ അന്വേഷിക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. ഇതാണ് തലക്കെട്ട്. അതിൽ പറയുന്നു, കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുഗതൻ നൽകിയ കത്തിന് ആഭ്യന്തര വകുപ്പ് നൽകിയ മറുപടി കത്ത് വിവാദമായി. അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന കൗൺസിലിന് അവധി അപേക്ഷ നൽകാൻ അനുവാദമുണ്ടായിരിക്കുമെന്ന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി തയ്യാറാക്കിയ കത്തിൽ പറഞ്ഞിരുന്നു. മുനിസിപ്പാലിറ്റി നിയമപ്രകാരം കോർപ്പറേഷൻ കൗൺസിൽ ഈ അവധി അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ അയോഗ്യനാക്കപ്പെടില്ലെന്ന വരിയാണ് വിവാദത്തിലായത്. 20-ന് പുറത്തിറക്കിയ കത്ത് കോൺഗ്രസിനെതിരെ BJP ആയുധമാക്കിയതോടെ കത്തിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. അതേസമയം ഇനിയാണ് തുടങ്ങുന്നത്. ആരാണ് ഉത്തരവാദി എന്ന് മലയാള മനോരമ പറയുന്നത്? ആഭ്യന്തര വകുപ്പിൻ്റെ അഭിപ്രായമായിരിക്കണം മലയാള മനോരമ വാർത്തയായി നൽകിയിട്ടുണ്ടാകുക. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. KM ഷാജി മുസ്ലിം ലീഗിന്റെ തീപ്പൊരി നേതാവാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. തലസ്ഥാനത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണം തുടരാൻ ഒത്താശ ചെയ്തു കൊടുത്തത് KM ഷാജിയാണ് എന്ന് പറയുന്നത് മലയാള മനോരമ. നോക്കിക്കോളൂ. അതേസമയം വിവാദക്കത്തിലെ പ്രതി തദ്ദേശ സ്വയംഭരണ വകുപ്പാണെന്ന് സൂചന. 18-ന് തദ്ദേശ വകുപ്പ് നൽകിയ കുറിപ്പിലെ അതേ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ആഭ്യന്തര വകുപ്പ് സുഗതന് മറുപടി നൽകിയതെന്ന് വ്യക്തമായി. പരോൾ അനുവദിക്കാതെ തന്നെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നും മുനിസിപ്പാലിറ്റി നിയമം അനുസരിച്ച് സുഗതന്റെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിനുള്ള അവധി അപേക്ഷ കൗൺസിലിൽ വോട്ടിലിട്ട് പാസാക്കിയാൽ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കുമെന്നുമാണ് തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി നൽകിയ കത്തിലുണ്ടായിരുന്നത്. എന്തൊരു ജാഗ്രതയാണ് എന്നാലോചിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? BJP ഭരണം നിലനിർത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇടപെടുന്നു, ആഭ്യന്തര വകുപ്പ് ഇടപെടുന്നു. അവർ വളരെ കഷ്ടപ്പെട്ട് നിയമത്തിൻ്റെ നൂലാമാലകൾ നോക്കി പഠിച്ച് ഒരു പോം വഴി പറഞ്ഞു കൊടുക്കുന്നു. ആർക്ക്? BJPക്ക്, BJP നേതൃത്വത്തിന്. എന്തിന്? തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം തുടരാൻ. ആർക്കാണ് BJPയുമായുള്ള ഡീല്? അവിടെ നാണം കെട്ട് പോയി ആ ശബരിനാഥ് പോയിട്ട് വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ കത്തുയർത്തിക്കാട്ടി VV രാജേഷ്, BJPയുടെ മേയർ, പറയുന്നു, ഇതാ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് നൽകിയ കത്ത്, അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്. മിണ്ടാൻ പറ്റിയില്ല ശബരിനാഥിന്. കോൺഗ്രസ് അംഗങ്ങളുടെ വായ അടപ്പിച്ചു ആഭ്യന്തര വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും. എന്ന് വെച്ചാൽ UDF സർക്കാർ. ഇതാണ് സ്ഥിതി. എന്നിട്ട് പറയും, ഞങ്ങൾ മതനിരപേക്ഷവാദികളാണ്, BJPയുമായി യാതൊരു സഖ്യത്തിനും ഒരു തരത്തിലുള്ള ഐക്യത്തിനും ഞങ്ങളില്ല. പക്ഷേ BJP എപ്പോഴൊക്കെ ക്രൈസിസിൽ പെടുന്നോ, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എപ്പോഴൊക്കെ ക്രൈസിസ് വരുന്നോ അപ്പോഴൊക്കെ കൈനീട്ടിക്കൊടുത്ത് സഹായിക്കുന്നത് UDF സർക്കാർ. ആരൊക്കെയാണ്? കോൺഗ്രസ്, മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ അടങ്ങിയ UDF സർക്കാർ. അതാണ് കേരളത്തിൽ കണ്ടത്. ഇവിടെ ഒന്നാം പ്രതി തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് എന്നാണ് സൂചന എന്ന രൂപത്തിൽ മലയാള മനോരമ വാർത്ത നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ KM ഷാജി മറുപടി പറയണം. UDF നേതാക്കൾ പറയുന്നതിനേക്കാളും ഉത്തരവാദിത്തത്തോടു കൂടി മുസ്ലിം ലീഗ് നേതാക്കൾ കൂടി മറുപടി പറയേണ്ടി വരും നാളെ. അതല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ KM ഷാജിയോടും മുസ്ലിം ലീഗ് നേതാക്കളോടും ഈ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്തായിരിക്കുമെന്ന് കേൾക്കാൻ കേരളത്തിൽ താല്പര്യമുണ്ട്. UDFന് വോട്ട് ചെയ്ത മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് ആഗ്രഹവുമുണ്ട്.